നിങ്ങളെ മിഅ്റാജ് രാവിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം എന്ത്? ഒന്നാമത്തെ കാര്യം, ഈ പിണങ്ങിക്കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ പിണക്കൊന്നും മാറ്റാതെ നമ്മൾ ഇബാദത്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല 100% ഒരു കാര്യമില്ല. നമ്മൾ പിണങ്ങി ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് എന്തെങ്കിലും വിശേഷം, മിഅ്റാജ് രാവൊക്കെയാണ് പൊരുത്തപ്പെട്ടേക്കണേ, അല്ലെങ്കിൽ മോളെ എന്തെങ്കിലും ഒരു ചെറിയ പിണക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പറഞ്ഞങ്ങോട്ട് തീർത്തേക്കുക, നമ്മുടെ ഭാഗം അങ്ങോട്ട് ക്ലിയർ ആക്കിയേക്കുക. മാത്രമല്ല ഈ പിണക്കൊക്കെ മാറ്റി ദുആ ചെയ്യുമ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മളെ ഇഷ്ടപ്പെട്ടവർ, നമ്മളെ ഉപദ്രവിച്ചവർ, അല്ലെ, നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചവരുണ്ടാകും, നമ്മൾ ഒരുപാട് സങ്കടപ്പെടുത്തിയവരുണ്ടാകും, അവർക്കൊക്കെ പടച്ചോന് നീ ഖൈർ കൊടുക്കണേ അല്ലാ. അവരും പിന്നെ പടച്ചോനെ നമ്മൾ നോക്കിക്കോളും. നമ്മളെല്ലാവർക്കും പൊരുത്തം കൊടുത്തേക്കുക. ആരോടും നമുക്ക് ഒരു വെറുപ്പുമില്ല. അവർക്കൊക്കെ അല്ലാഹു തആല സൽബുദ്ധി കൊടുക്കട്ടെ എന്ന് നല്ലവണ്ണം ദുആ ചെയ്തേക്കുക. പിന്നെ നമ്മുടെ കാര്യത്തിന് വേണ്ടി നല്ലവണ്ണം ദുആ ചെയ്യാം. നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസം. ഇന്നത്തെ രാത്രി വെള്ളിയാഴ്ച രാവാണ്, ഇന്നത്തെ രാത്രിക്ക് നല്ല ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ്. നാളെ മിഅ്റാജിന്റെ രാവാണ്, നാളത്തെ രാത്രിക്കും ദുആക്ക് കൃത്യമായ ഉത്തരം കിട്ടുന്ന രാവാണ്. അതുകൊണ്ട് അത് വളരെ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ നല്ലവണ്ണം ദുആ ചെയ്യാൻ വിട്ടുപോകണ്ട. പിന്നെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. നിസ്കാരത്തിന്റെ കാര്യം, കാരണം നിസ്കാരത്തിന്റെ വാർഷിക ദിവസമൊക്കെയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം, സുന്നത്തായ നിസ്കാരവും ശ്രദ്ധിക്കണം, ഫർളായ നിസ്കാരം ശ്രദ്ധിക്കണം. ഫർളായ നമസ്കാരങ്ങൾ നിസ്കരിച്ച് അതിന്റെ മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് കൃത്യമാക്കുക. പിന്നെ പരമാവധി വിശുദ്ധമായ ഖുർആൻ, അല്ലെ, സൂറത്തുൽ കഹഫ്, സൂറത്ത് യാസീൻ, സൂറത്തുൽ വാഖിയ, സൂറത്ത് റഹ്മാൻ, അങ്ങനെ അറിയാവുന്ന സൂറത്തുകളൊക്കെ ഓതി നല്ലവണ്ണം ദുആ ചെയ്യുക. നല്ലവണ്ണം, പ്രത്യേകിച്ച് യാസീനൊക്കെ ഓതി നല്ലവണ്ണം എല്ലാ കാര്യങ്ങളും സലാമത്തിലും ഖൈറിലൊക്കെ ആവാൻ വേണ്ടി ദുആരക്കണം. പിന്നെ പറ്റുന്നതുപോലെ സ്വതക്ക കൊടുക്കുക. എന്തെങ്കിലും ഒരു രൂപയെങ്കിലും പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കുക. ഇന്നത്തെ ദിവസം സ്വതക്ക കൊടുത്താൽ വലിയ പ്രതിഫലമാണ്, നാളെ വലിയ പ്രതിഫലമാണ് ഇൻഷാ അല്ലാഹ്. സ്വതക്ക ഏതെങ്കിലും ഒരു ആൾക്ക് കൊടുക്കാൻ വിട്ടുപോകാൻ പാടില്ല. പിന്നെയോ, നമ്മുടെ പരിസരത്തെ ആരെങ്കിലുമൊക്കെ രോഗികളായി കിടക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് സന്ദർശിക്കലും നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെയോ, ആയത്തുൽ കുർസി ഓതുക, ആമന റസൂൽ ഓതുക, സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ ഓതാൻ മറന്നു പോവണ്ട. അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തെ ആയത്ത് മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത്ത് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ആയത്താണ്. ആ ആയത്തൊക്കെ ഒന്ന് വിട്ടുപോകണ്ട. അപ്പം ഇങ്ങനെ നമുക്ക് അറിയാവുന്ന ആയത്തുകൾ, സ്വലാത്തുകൾ, ദിക്ർ ഔറാദുകൾ, തസ്ബീഹാത്തുകൾ, പ്രത്യേകിച്ച് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ ദിക്ർ ഉണ്ടല്ലോ, ഇത് ഭയങ്കര ബെനിഫിറ്റുള്ള ദിക്റാണ്. ഇതെങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ 7 ആകാശവും കാണുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു എന്നാണ്, വഅ്മുർ ഉമ്മതക ബിഗറാസിൽ ജന്ന, നബിയെ നിങ്ങൾ നാളെ നിങ്ങളുടെ ഉമ്മത്തിനെ കാണുമ്പോൾ, നിങ്ങളുടെ സമുദായത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ, മക്കക്കാരുടെ അടുക്കൽ ചെന്നിട്ട് പറയണം എന്ത്? സ്വർഗത്തിൽ ഇപ്പോഴേ കൃഷി ചെയ്തോളാൻ പറയാം. അപ്പൊ എങ്ങനെ ചോദിച്ചു, സ്വർഗത്തിൽ എങ്ങനെയാണ് ഇപ്പോഴേ കൃഷി ചെയ്യുക ദുനിയാവിൽ വെച്ച്? അപ്പോഴാണ് പറയുന്നത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നൊരു മനുഷ്യൻ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ 4 ദിക്ർ ചേർത്ത് പറയുന്നതാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആ കൂട്ടത്തിൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറഞ്ഞാൽ പരിപൂർണമായി ഇതൊരു വട്ടം പറഞ്ഞാൽ സ്വർഗത്തിൽ നമ്മൾ കൃഷി ചെയ്തതിന് തുല്യമാണ്. എന്ന് വെച്ചാൽ സ്വർഗത്തിൽ പോയിട്ട് കിളച്ചു മറിച്ചു, അവിടെ വിത്തിട്ടു മുളപ്പിച്ചു എന്നല്ല അർത്ഥം. സ്വർഗത്തിലേക്ക് അടുക്കുന്നു, സ്വർഗത്തിന്റെ അവകാശിയായി മാറാൻ നമ്മളെ കൊണ്ട് പറ്റുന്നു. അപ്പൊ അതിനുള്ള വലിയ അവസരമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ എൻ്റെ ഉമ്മമാര് വാപ്പമാര് മറന്നു പോവണ്ട. പിന്നെ അതുപോലെ തന്നെ അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട ദുആയാണ് അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, നരകമോചനം തരണേ അല്ലാഹ്. അതുപോലെ തന്നെ അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, അതൊരു ദുആ. അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ, നരകത്തിൽ നിന്നും കാക്കണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അൽന, ഈ ദുആയും നമ്മൾ അധികരിപ്പിക്കുക. പിന്നെയോ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഇത് ഇന്നത്തെ പകല്, ഇന്നത്തെ രാത്രി, നാളത്തെ പകൽ, നാളത്തെ രാത്രി, മറ്റന്നാളത്തെ പകൽ, മറ്റന്നാളത്തെ രാത്രി ഒക്കെ ശ്രദ്ധിക്കേണ്ട ദിക്ർ ദുആകളൊക്കെയാണ് കേട്ടോ ഈ പറയുന്നത്. അറിയാവുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹാത്തുകൾ, അതുപോലെ തന്നെ നല്ലവണ്ണം ദുആ ഒക്കെ നമ്മൾ പ്രത്യേകമായിട്ട് പിടിക്കാൻ, പറയാനും ഓതാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലവണ്ണം എല്ലാ കാര്യത്തിനും വേണ്ടി ദുആ ചെയ്യാനും വിട്ടുപോകണ്ട കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ഈ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്തെ ഇന്നിപ്പോൾ സുന്നത്ത് പലപ്പോഴും നിസ്കരിക്കാറുണ്ട്, നാളെയൊക്കെ സുന്നത്ത് നിസ്കരിക്കുക. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഏറ്റവും നല്ല ഈ ഫാത്തിഹയ്ക്ക് ശേഷം ഓതാൻ പറ്റുന്ന സൂറത്തുകൾ, ഒന്ന് ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുമാണ്. ഒരുപാട് നേട്ടങ്ങളാണ് ഈ 2 സൂറത്ത് ഓതിയാൽ കിട്ടുന്നത്. അതായത് സുന്നത്തായ നിസ്കാരം, സുന്നത്ത് നിസ്കാരം എന്നല്ല, ഫർദായ നിസ്കാരമാവട്ടെ, നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളിപ്പോൾ വേറെ സൂറത്തൊന്നും അറിയില്ല, വലിയ സൂറത്തൊന്നും അറിയില്ലെങ്കിൽ കുഞ്ഞു സൂറത്ത് ഓതിയാൽ മതി. എന്ന് ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും
സൂറത്ത് മോദിയാൽ വളരെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടുമെന്നൊക്കെ മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ ശ്രദ്ധിച്ച് ഓതാൻ അതിന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ പടച്ചവൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് വിഷമത്തിന്റെ പ്രയാസത്തിന്റെ കമന്റുകൾ എഴുതിയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും വിഷമ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ഇന്ന് തൊട്ടേ ഒരുപാട് പേര് ഉസ്താദേ പ്രത്യേകം ദുആരക്കണേ, ഞങ്ങൾക്ക് അങ്ങനെ വിഷമം ഇങ്ങനെ വിഷമം സങ്കടമുണ്ട് രോഗമുണ്ട് അല്ലാഹുവേ പടച്ചവനെ ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് ദുആ ചെയ്യാൻ ഏതൊക്കെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. വേദന വിഷമ പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. മരണപ്പെട്ടവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ.